ഏഴാറ്റുമുഖം ഗണപതി മയക്കുപിടി ഏൽക്കുന്ന സമയത്ത് ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്നു. ആ ആന മയങ്ങി നിൽക്കുന്നത് കണ്ട് ആ ആനയെ ആ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ ഒപ്പമുണ്ടായിരുന്ന ആന ശ്രമിച്ചതാണ് ഈ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏഴാറ്റുമുഖം ഗണപതി ഉപദ്രവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല, പക്ഷേ മയങ്ങി നിന്ന ആനയെ ഉണർത്തുന്നതിന് വേണ്ടി പലതവണ തുമ്പിക്കൈ കൊണ്ട് ഈ മുറിവേറ്റ കൊമ്പന്റെ തുമ്പിക്കൈ പിടിച്ച് അനക്കി നോക്കി, കൊമ്പുകൊണ്ട് കുത്തി നോക്കി, പക്ഷേ മസ്തകത്തിലടക്കം തട്ടി നോക്കിയിട്ടും ആന അനങ്ങുന്നില്ല. ഇതോടുകൂടിയാണ് ഏഴാറ്റുമുഖം ഗണപതി കൊമ്പുകൊണ്ട് ഈ ആനയെ മസ്തകം ഉപയോഗിച്ചുകൊണ്ട് ആനയെ പുറകോട്ടൊന്ന് തള്ളി നോക്കുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ ഈ മയങ്ങി നിന്ന ആന മറിഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ ഈ ആനയുടെ ശരീരത്തിലേക്ക് ഈ വെള്ളം അടക്കം ഒഴിക്കുന്നുണ്ട്. ആനയെ എണീപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ആ ഭാഗങ്ങളിലെ കാടടക്കം വെട്ടിത്തെളിക്കുകയാണ്. വടം ഉപയോഗിച്ച് ആനയുടെ കാലുകൾ ഇപ്പോൾ ബന്ധിക്കുന്നുണ്ട്. വടം ഉപയോഗിച്ച് ആനയെ ബന്ധിക്കുന്നു. അതായത് കുങ്കിയാനകൾ എത്തിയതിനു ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും വനംവകുപ്പ് നടത്തുക. അതിനുവേണ്ടി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകൾ അടക്കം എത്തും. ഈ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വൻ സന്നാഹം, അതായത് വെറ്റിനറി ഡോക്ടർമാരുടെ അടക്കം വലിയ സംഘം ഈ മേഖലയിലുണ്ട്. അവർ ഇപ്പോൾ ആനയ്ക്കരികിൽ ആനയ്ക്ക് വേണ്ട ഈ ദൗത്യത്തിന്റെ ഭാഗമായി ആനയ്ക്ക് നൽകേണ്ട പ്രാഥമികമായുള്ള കാര്യങ്ങൾ, അതായത് വെള്ളമടക്കം നൽകിക്കൊണ്ട് ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ആനയുടെ കാലുകൾ കയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനയുടെ കാൽ കയർ ഉപയോഗിച്ച് ബന്ധിക്കുന്നു. അതിനുശേഷം കുങ്കിയാനകളെ കൂടി എത്തിച്ച് കുങ്കിയാനകൾ എത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് പ്ലാന്റേഷനകത്തുകൂടി എണ്ണപ്പനയിലൂടെ കുങ്കിയാനകൾ നടന്നു വരുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. ആ കുങ്കിയാനകൾ ആനക്കരികിലേക്ക് എത്തുന്നു. നമ്മുടെ ക്യാമറമാൻ ആ വിഷ്വൽസ് ഇപ്പോൾ കാണിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കുങ്കിയാനകൾ, അതായത് കോന്നി സുരേന്ദ്രനുണ്ട്. അതോടൊപ്പം തന്നെ ആ മുന്നിൽ വരുന്നത് കോന്നി സുരേന്ദ്രനാണെന്ന് തോന്നുന്നു. കോന്നി സുരേന്ദ്രനുണ്ട്, കുഞ്ചുണ്ട്, വിക്രമുണ്ട്. ഈ 3 ആനകളുണ്ട്. നേരത്തെയും പല ദൗത്യങ്ങളിലും വനംവകുപ്പിന്റെ പല ദൗത്യങ്ങളിലും പങ്കെടുത്ത പരിചയമുള്ള ആനകളാണ്. PT7 അടക്കം മെരുക്കിയ, അരിക്കൊമ്പനെ അടക്കം പിടികൂടുന്നതിൽ ഈ വനംവകുപ്പിന് ഏറെ നിർണായകമായി നിന്നിരുന്ന വനംവകുപ്പിന്റെ നെടുന്തൂണായ കുങ്കിയാനകൾ കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നു. അതായത് മസ്തകത്തിൽ മുറിവേറ്റ് മയക്കുവെടി വെച്ചു കഴിഞ്ഞപ്പോൾ മയങ്ങി കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കാൻ നമ്മൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്നത് കോന്നി സുരേന്ദ്രനാണ്. തൊട്ടപ്പുറത്തെ കുഞ്ചു, വിക്രം. അങ്ങനെ വനംവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുങ്കിയാനകൾ എത്തിയിരിക്കുന്നു ഈ ദൗത്യ മേഖലയിലേക്ക്. ഈ കുങ്കിയാനകൾ ഇപ്പോൾ ഈ വടം ഉപയോഗിച്ച് ബന്ധിച്ച, അതായത് ഈ താഴെ വീണ് കിടക്കുന്ന മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വടം ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. വടം ഇതിനോടകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയുടെ കാലിലടക്കം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. 3 കുങ്കിയാനകളും ഒരുപോലെ ദൗത്യ മേഖലയിൽ നിരന്നു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ആനയെ എഴുന്നേൽപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. അനിമൽ ആംബുലൻസ് അടക്കം ഇവിടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദൗത്യം വനംവകുപ്പ് കരുതുന്നത് പോലെ തന്നെ ശുഭകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനിടയിൽ ഒരാശങ്കപ്പെടുത്തുന്ന ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആന മറിഞ്ഞു വീണു എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോഴും അവിടെ ഈ മറിഞ്ഞു വീണ് നിലത്ത് കിടക്കുകയാണ്. വെള്ളം ഉൾപ്പെടെ ആനയുടെ ശരീരത്തിൽ ഉപയോഗിച്ചു. കന്നാസുകളിൽ, വലിയ കന്നാസുകളിൽ ഈ വെള്ളം കൊണ്ടുവന്ന് ആ കന്നാസുകളിലുള്ള വെള്ളമെല്ലാം ആനയുടെ ശരീരത്തിൽ ഒഴിച്ച് ആനയുടെ ടെമ്പറേച്ചർ, അതായത് ഈ താപനില, ശരീരത്തിലെ ഊഷ്മാവ് കുറച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ വെള്ളമെല്ലാം നിരന്തരം ആനയുടെ ദേഹത്തൊഴിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൽ ഈ വെള്ളമെല്ലാം ഒഴിച്ച് ആനയുടെ ടെമ്പറേച്ചർ, ഈ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വടം ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ കാലിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കൊമ്പിന്റെ ഭാഗത്താണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പല ഭാഗങ്ങളിലായി ഈ വടം ഉപയോഗിച്ച് ഇപ്പോൾ കെട്ടിയിട്ടുണ്ട്. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ നടത്തേണ്ട ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ആന എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വനംവകുപ്പിനെ സംബന്ധിച്ച് അനിമൽ ആംബുലൻസും ഇതിന് തൊട്ടടുത്തായി അനിമൽ ആംബുലൻസും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അനിമൽ ആംബുലൻസിലേക്ക് ആനയെ കയറ്റാനാകും. പക്ഷേ ആന ഇപ്പോഴും ഈ താഴെ വീണ് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് സംഘത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ കുങ്കികൾ, അതായത് ആ ദൃശ്യത്തിൽ കാണുന്നത് കോന്നി സുരേന്ദ്രനുണ്ട്, വിക്രമുണ്ട്, കുഞ്ചുണ്ട്. പല ദൗത്യങ്ങളിലും, അതായത് പല നിർണായക ഘട്ടങ്ങളിൽ പോലും പതറാതെ വനംവകുപ്പിന് വേണ്ടി മുന്നിൽ നിന്ന മുന്നണി പോരാളികൾ എന്ന് വിളിക്കാവുന്ന ആനകളാണ്. അവരെ സംബന്ധിച്ച് ഈ ദൗത്യം നിഷ്പ്രയാസം നടപ്പാക്കുന്നതിന് കഴിയും. കാരണം അരിക്കൊമ്പൻ വിറപ്പിച്ച സമയത്ത് പോലും, കാടിറങ്ങി വന്ന നാട് വിറപ്പിച്ച അരിക്കൊമ്പനെ പോലും കീഴ്പ്പെടുത്തിയിട്ടുള്ള കുങ്കിയാനകളാണ്. കോന്നി സുരേന്ദ്രനൊക്കെ ആകട്ടെ ഇതിൽ വലിയ എക്സ്പേർട്ടുകൾ എന്ന് പറയാവുന്ന
അറിയാവുന്ന ആനയാണ്. ഇപ്പോഴും വന്യത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കുങ്കിയാണ് കോന്നി സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ കുഞ്ചുവുണ്ട്, വിക്രമുണ്ട്. അപ്പോൾ ഈ 3 ആനകളെ ഈ ദൗത്യത്തിൽ നിർണായകമായി ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഈ താഴെ വീണ് കിടക്കുന്ന ഈ കൊമ്പനെ, മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ എഴുന്നേൽപ്പിക്കുന്നതിന് ഈ കുങ്കിയാനകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 3 കുങ്കിയാനകളും 3 പൊസിഷനുകളിലേക്ക് എത്തിയിരിക്കുന്നു. വടം ആനയുടെ കൈകളിലേക്ക് വടം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആനകൾക്ക് നൽകും. അത് കഴിഞ്ഞാൽ ഈ ആനകളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഈ ആനയെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് അനിമൽ ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ അനിമൽ ആംബുലൻസിലേക്ക് ഈ ആനയെ മാറ്റുകയും ചെയ്തു. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ആന നിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ദൗത്യത്തിന് അനുയോജ്യമായ ഒരു മേഖലയിൽ ആനയെ കിട്ടി. അവിടെ വെച്ച് കൃത്യമായി ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നു. പക്ഷേ അതിനൊപ്പം ഉണ്ടായിരുന്ന കൊമ്പൻ, അത് ഏഴാറ്റുമുഖം ഗണപതിയാണ് ഈ ദൗത്യത്തിന് ഒരു തടസ്സം അല്ലെങ്കിൽ സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.